അല്ലാഹുവിന്റെ ദീന് പറയുമ്പോ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ പറഞ്ഞിട്ടുള്ളൂ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതേ വിമർശിച്ചിട്ടുള്ളൂ. അതേ സമയം ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിൽ നബിയല്ലല്ലോ, മലക്കല്ലല്ലോ, ഞാനൊരു വലിയ മഹാനായ കുതുബല്ലല്ലോ. എന്റെ ജീവിതത്തിൽ അപാകതകൾ വന്നിരിക്കാം, എന്റെ റബ്ബ് കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം, വിരോധിച്ചത് സംഭവിച്ചിട്ടുണ്ടാകാം. അതെല്ലാം റബ്ബിനോട് മാപ്പ് വാങ്ങേണ്ട സമയമാണ്. റജബ് മാസം, ശഅബാൻ മാസം, റമദാൻ മാസം. പക്ഷേ നാളെ കൊല്ലത്തെ പരിപാടിക്ക് പാവപ്പെട്ട ഞാനുണ്ടോ ഇല്ലേ? എനിക്ക് ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് സ്വന്തം ശരീരം ഒന്ന് രക്ഷപ്പെടണ്ടേ. നമ്മളെ പ്രസംഗം കേട്ടിട്ട് പലരും ഞാൻ നേരത്തെ മുജാഹിദായിരുന്നു ഉസ്താദേ, ഞാൻ ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു, ഞാൻ തബ്ലീഗ് ജമാഅത്തായിരുന്നു, നിങ്ങളെ പ്രസംഗം കേട്ട് സുന്നിയായതാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ വന്നപ്പോ കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ച തന്നിട്ടുണ്ട്. ഞാനവിടെ ചെല്ലുമ്പോ 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന് പള്ളിയില്ല, മദ്രസയില്ല, ഒന്നുമില്ല. ജാവം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, പള്ളിയൊക്കെ കൈവശപ്പെടുത്തി മലയാളത്തിൽ ഖുതുബയാക്കിയിട്ടുണ്ട്, തറാവീഹിന്റെ എണ്ണം മാറ്റിയിട്ടുണ്ട്. അതേ മരിച്ച ഖുർആനോ തില്ല, ദിക്റില്ല, ദുആയില്ല, ഭക്ഷണം കൊടുക്കലില്ല. അൽഹംദുലില്ലാ, 11 മഹല്ലിലും സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി, 30ഓളം പള്ളിയും അതുപോലെ ദശക്കണക്കിന്, അതേ 30ഓളം മദ്രസയും ദശക്കണക്കിന് പള്ളിയും ഒക്കെ ഉണ്ടാക്കി. അൽഹംദുലില്ലാ, ഇന്ന് 12,000ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, 1000-ലധികം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ള മക്കൾ വന്നിട്ട് അതാ SSLCക്ക് പഠിക്കുന്നു. അതോടുകൂടെ തന്നെ 6ാം ക്ലാസ് മുതൽ ഖുർആൻ മനപ്പാഠമാക്കി, SSLC കഴിയുമ്പോൾ ഖുർആൻ മനപ്പാഠമാക്കി ഇറങ്ങുന്ന മക്കളുണ്ട്. അല്ലാഹുവേ, നീ അതൊക്കെ ഖബൂൽ ചെയ്യണം റഹ്മാനേ. അവിടെ 1000 സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോ ജമാഅത്ത് ഇസ്ലാമിന്റെ ട്രസ്റ്റ് മെമ്പർ മൂസ ഹാജി, മരിക്കുമ്പോ നമ്മളെ പള്ളിന്റെ പ്രസിഡന്റാണ്, ഇന്നും ജീവിച്ചിരിക്കുന്ന കരീം ക, അദ്ദേഹം നേരത്തെ മലയാള ഹുദ്വയിൽ പങ്കെടുത്ത ആൾ, ഇന്ന് നമ്മളെ പള്ളിയുടെ ഭാരവാഹിയാണ്. അങ്ങനെ 1000 സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിയുന്ന സമയത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ ഖബൂൽ ചെയ്യണേ റബ്ബേ എന്ന് ദുആ ചെയ്തില്ലേ? മകൻ ആമീൻ പറഞ്ഞില്ലേ? അല്ലാഹു എന്റെ വല്ലാമനും സ്വീകരിച്ചോ ഇല്ലേ? ഇവിടെ വന്ന് പ്രസംഗിച്ചത് റബ്ബ് സ്വീകരിച്ചോ ഇല്ലേ? എനിക്കറിയില്ല. 35 കൊല്ലത്തോളമായി SSF മുതൽക്ക് സംഘടനാ പ്രവർത്തനം എന്റെ റബ്ബ് സ്വീകരിച്ചോ ഇല്ലേ? എനിക്കറിയില്ല. അതുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം മുഅ്മിനീങ്ങളെ. അപാകതകൾ റബ്ബ് പുറത്തു തരാൻ പ്രാർത്ഥിക്കണം, തെറ്റുകൾ മാപ്പ് തരാൻ പ്രാർത്ഥിക്കണം. റബ്ബേ, ഞങ്ങളെ സദസ്സുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാ. നിങ്ങളെ വാക്കുകൾ നീ സ്വീകരിക്കണേ അല്ലാ. മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് കേരളം. റബ്ബേ, ഞങ്ങളെ തെറ്റുകളാകാൻ കാരണം നീ മാപ്പാക്കണേ അല്ലാ. വെള്ളം തരണേ അല്ലാ. എല്ലാരും ഒരു ഫാത്തിഹയും സൂറത്തും ഓതണം. എന്റെ ഉമ്മ മരണപ്പെട്ടു പോയ ആണ്ടിന്റെ സമയം